നിയമസഭാ മന്ദിരത്തിൽ മുഴങ്ങിക്കേട്ട ശബ്ദങ്ങൾ ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലും മുഴങ്ങുമോ എന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കണം. 5 മുൻ MLA-മാരാണ് ഗ്രാമപഞ്ചായത്തുകൾ മുതൽ കോർപ്പറേഷനുകൾ വരെ അംഗത്തിനിറങ്ങിയിരിക്കുന്നത്. വോട്ടർമാർ കനിഞ്ഞാൽ ഈ മുൻ MLA-മാർ MP-മാരാകും, അഥവാ മെമ്പർ ഓഫ് പഞ്ചായത്ത്. നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലും ചർച്ചയും അടിയന്തര പ്രമേയമൊക്കെയായി നിറഞ്ഞു നിന്ന 5 പേരാണ് പഞ്ചായത്ത് അംഗത്തിനിറങ്ങിയത്. പദവിയല്ല, പരസേവനമാണ് കാര്യം എന്ന് തിരിച്ചറിയുന്നവരാണിവർ. EM അഗസ്തി, KC രാജഗോപാൽ, KS ശബരിനാഥൻ, R ലതാദേവി, അനിൽ അക്കര എന്നീ മുൻ MLA-മാരാണ് തദ്ദേശ പോരിനിറങ്ങിയത്. മുൻ MLA-യും AICC അംഗവുമായ EM അഗസ്തി കട്ടപ്പന നഗരസഭയിലെ 22-ാം വാർഡായ 20 ഏക്കറിലാണ് മത്സരിക്കുന്നത്. 91-ലും 96-ലും ഉടുമ്പൻചോലയിലും 2001-ൽ പീരുമേട്ടിലും MLA ആയിരുന്നു EM അഗസ്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MM മണിക്കെതിരെ ഉടുമ്പൻചോലയിൽ പരാജയപ്പെട്ടിരുന്നു. DCC മുൻ പ്രസിഡന്റാണ്. 2006-ൽ KPC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വിജയിക്കുകയും UDF ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ EM അഗസ്തിയാകും കട്ടപ്പന നഗരസഭാധ്യക്ഷനാവുക. ഈ മത്സരം ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ മുൻതൂക്കം ലഭിക്കുന്ന ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ്. കട്ടപ്പന മുനിസിപ്പാലിറ്റി രൂപീകൃതമായി തുടർന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യവും അത് ആവർത്തിക്കും. രാജീവ് ഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയാണ് പഞ്ചായത്ത് രാജ്. അധികാര വികേന്ദ്രീകരണം. 5000 ആളുകളാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണത്തിലുണ്ടായിരുന്നത്. പഞ്ചായത്തിൽ വന്ന ശേഷം 5 ലക്ഷം ആളുകൾ ആ ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കി. അപ്പോൾ ഒരു സ്ഥാനവും അത്ര ചെറുതല്ല. ഇരിക്കുന്ന സ്ഥാനത്ത് എങ്ങനെമാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2006-ൽ ആറന്മുളയിൽ നിന്നും നിയമസഭയിലെത്തിയ KC രാജഗോപാലിന് പഞ്ചായത്തംഗം പുതിയതല്ല. 1979-ൽ പത്തനംതിട്ടയിലെ മെഴുവേലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും 88-ൽ പ്രസിഡന്റുമായിരുന്നു KCR. മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ മാരാമൺ വാർഡിൽ നിന്നാണ് CPIM സ്ഥാനാർത്ഥിയായ 76-കാരനായ KC രാജഗോപാൽ ഇത്തവണ മത്സരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടായ കാലം മുതൽ LDF-നാണല്ലോ മുന്നേറ്റം. അത് ഇത്തവണയും ആവർത്തിക്കും. വോട്ടർമാർക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം എന്ത് ചെയ്യും. 1996-ൽ ചടയമംഗലം MLA ആയിരുന്ന R ലതാദേവിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കന്നിയംഗമാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായാണ് CPI നേതാവ് R ലതാദേവി മത്സരിക്കുന്നത്. ജയിക്കുകയും LDF-ന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്താൽ R ലതാദേവി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായേക്കും. മന്ത്രി GR അനിലിന്റെ ഭാര്യയായ R ലതാദേവി AISF, AYF എന്നിവയുടെ നേതൃനിരയിലുണ്ടായിരുന്നു. കോളേജ് അധ്യാപികയുമായിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്കാണല്ലോ പ്രാഥമികമായിട്ട് നമ്മൾ മത്സരിക്കുന്നത്. അത് കഴിയുന്ന അവസരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അതിൻ്റെ അധ്യക്ഷ പദവി അടക്കമുള്ള മറ്റും ഒത്തിരി വേറെ സ്ഥാനങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ സംബന്ധിച്ച് പാർട്ടി എന്നുള്ള നിലയ്ക്കും LDF എന്നുള്ള നിലയ്ക്കും തുടർന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുന്നതാണ്. അതേതെങ്കിലും ഉചിതമായിട്ടുള്ള തീരുമാനം എപ്പോഴും LDF-ഉം പാർട്ടിയും കൈക്കൊള്ളാറുണ്ട്. 2016-ൽ വടക്കാഞ്ചേരിയിൽ നിന്നും നിയമസഭയിലെത്തിയ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയ്ക്ക് പഞ്ചായത്തിൽ കന്നിയംഗമല്ല. 2010-ൽ തൃശൂരിലെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽ 2005-ൽ പഞ്ചായത്ത് അംഗവുമായി. ഇത്തവണ അടാട്ടെ സംസ്കൃത കോളേജ് വാർഡിൽ നിന്നാണ് മത്സരം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ലോകസഭയാണോ, നിയമസഭയാണോ, രാജ്യസഭയാണോ, ഗ്രാമസഭയാണോ എന്ന് ചോദിച്ചാൽ എവറസ്റ്റിൻ്റെ മുകളിലിരുന്നായാലും ഞാൻ ഗ്രാമസഭയാണ് എന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ. രണ്ടും കൽപ്പിച്ചാണ് അടാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ അടാട്ടേക്ക് പോകുന്നത്. 2015-ലും 2016-ലും അരുവിക്കരയിൽ നിന്നും നിയമസഭയിലെത്തിയ KS ശബരിനാഥനെ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മേയർ സ്ഥാനാർത്ഥിയായാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. മത്സരിക്കുന്ന കവടിയാർ വാർഡിൽ മാത്രമല്ല, കോർപ്പറേഷനിലെ മറ്റു വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളുടെ ജയത്തിൽ കുറഞ്ഞൊന്നും ശബരിനാഥ് ലക്ഷ്യം വെക്കുന്നതേയില്ല. ഇത്തവണ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞുകൊണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സത്യസന്ധമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ടെക്കി മുതൽ ആശാവർക്കർ വരെയുള്ള ഒരു പാനലാണ്. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നയം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചോദിക്കും. മുമ്പ് നിയമസഭാ മന്ദിരത്തെ പിടിച്ചുകുലുക്കിയ പ്രസംഗം നടത്തിയവരാണിവർ. ഇവരിൽ ആരൊക്കെ വാഴും, ആരൊക്കെ വീഴും എന്ന് കാത്തിരിക്കാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.